ഹേയ്, നിങ്ങളുടെ ബിസിനസ് വളരെ എഫക്റ്റീവായിട്ട് പോകണമെങ്കിൽ ആ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള കൾച്ചർ ബിൽഡ് ചെയ്യണം. സോ എന്തിനു വേണ്ടിയിട്ടാണ് കൾച്ചർ ബിൽഡ് ചെയ്യേണ്ടത്? ഒരു ബിസിനസ്സിനകത്ത് കൾച്ചർ സെറ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സോ ഒന്നാമത്തെ കാര്യം, എംപ്ലോയിയുടെ എൻഗേജ്മെൻറ്റും എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷനും ഉറപ്പുവരുത്താൻ പറ്റും. എന്ന് വെച്ചാൽ എംപ്ലോയീസ് ബിസിനസ്സിനകത്തും ആക്ടിവിറ്റിയിലും ഹൈലി എൻഗേജ്ഡ് ആകുകയും എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ടാലൻറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, റിട്ടൻഷൻ ഓഫ് ടാലൻറ്റ്. കഴിവുള്ള ആളുകൾ നിലനിൽക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല വർക്കിംഗ് കൾച്ചറുള്ള വർക്ക് എൻവയോൺമെൻറ്റിൽ മാത്രമാണ്. നമ്പർ 3, അട്രാക്ട് ടോപ്പ് ടാലൻറ്റ്. നല്ല കഴിവുള്ള ആളുകൾ ഒരു കൾച്ചർ ഇല്ലാത്ത ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് നല്ല വർക്കിംഗ് കൾച്ചറുള്ള ഓർഗനൈസേഷനിലാണ് ഏതൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷൻ നല്ലൊരു കൾച്ചർ ഉണ്ടെങ്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് എപ്പോഴും അട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൊളാബറേഷൻ ഓഫ് ടീം വർക്ക്. നിങ്ങളുടെ ടീം സ്പിരിറ്റ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ കൂടും. ഇൻഡിവിജ്വലായിട്ട് ഞാൻ എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ടീം നമ്മൾ എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻ ആകുന്നത്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നല്ലൊരു കൾച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ടീം സ്പിരിറ്റും ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് നിങ്ങളുടെ ടീമിന് എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് 4ാമത്തെ ക്വാളിറ്റി. 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നല്ലൊരു കൾച്ചറുള്ള ഓർഗനൈസേഷൻ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് പുതിയത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ അത് നിങ്ങളൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷനും ഏറ്റവും ക്രിയേറ്റീവായ ഓർഗനൈസേഷനായിട്ട് മാറും. ആൻഡ് നമ്പർ 6, ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക. എന്നാൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നല്ലൊരു കൾച്ചർ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എംപ്ലോയി കൾച്ചർ, ഒരു മാനേജ്മെൻറ്റ് കൾച്ചർ, അതുപോലെ തന്നെ ഒരു ഇന്നോവേഷൻ കൾച്ചർ, ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു പ്രൊഡക്റ്റിലേക്കും ഏതൊരു പ്രോസസ്സിലേക്കും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാനും ചേഞ്ചിനെ വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ഓർഗനൈസേഷനിൽ ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ ഒരു കൾച്ചർ ഡ്രിവൺ ഓർഗനൈസേഷൻ ആണെങ്കിൽ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എല്ലാം പോയിട്ട് അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് അല്ല, മറിച്ച് ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചറാണ്. ഒരു വാല്യൂ കൾച്ചർ ഡ്രിവൻ ഓർഗനൈസേഷനാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ഓരോ കസ്റ്റമർക്കും ആ വാല്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസിൻ്റെ മാത്രം ഫലത്തിലല്ല, മറിച്ച് നിങ്ങൾ ഒരു ഹാപ്പി ആകുന്നത്, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കൾച്ചറാണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നത്. നിങ്ങളുടെ കസ്റ്റമർക്കും അത് തന്നെയാണ്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന കൾച്ചർ, അത് പെരുമാറുന്ന രീതിയാവട്ടെ, സ്വീകരിക്കുന്ന രീതിയാവട്ടെ, ഡെലിവർ ചെയ്യുന്ന രീതിയാവട്ടെ, അത് പ്രോസസ്സ് ചെയ്യുന്ന രീതിയാവട്ടെ, അതിൻ്റെ സ്പീഡാവട്ടെ, റെസ്പോൺസീവ് മെക്കാനിസം ആവട്ടെ, ഇതെല്ലാം നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ല കൾച്ചർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറലാണ്. യു ഡോണ്ട് നീഡ് ടു ടേക്ക് എൻ എക്സ്ട്രാ എഫേർട്ട് ബിക്കോസ് കൾച്ചറലി അതെന്ത് ടൈലേഡ് ആയിട്ടുണ്ടാവും. ആൻഡ് നമ്പർ 8, എത്തിക്കൽ ബിഹേവിയർ ആൻഡ് വാല്യൂ അലൈൻമെൻറ്റ്. ഒരു കൾച്ചർ ഡ്രിവൻ ഓർഗനൈസേഷനിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ മൊറയിൽ ഭയങ്കര ഹൈ ആയിരിക്കും. പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടാകും, എത്തിക്സ് ഉണ്ടാകും, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. പരസ്പരം ഒരിക്കലും ചീറ്റ് ചെയ്യത്തില്ല, അയാളെ ചീറ്റ് ചെയ്യത്തില്ല, ഓർഗനൈസേഷൻ ചീറ്റ് ചെയ്യത്തില്ല, പരസ്പരം ചീറ്റ് ചെയ്യത്തില്ല. ഒരു വാല്യൂ ഡ്രിവൺ കൾച്ചറായിട്ട് ഓർഗനൈസേഷൻ മാറും. സോ എല്ലാവരും മ്യൂച്വൽ റെസ്പെക്റ്റഡ് ആയിരിക്കും. എല്ലാവരും ടാലൻറ്റ് വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഇഫ് യു സെറ്റ് എ ഗുഡ് ക്വാളിറ്റി കൾച്ചർ ഇൻ യുവർ ഓർഗനൈസേഷൻ. സോ നമ്പർ 9, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഒരു നല്ല കൾച്ചേർഡ് ഓർഗനൈസേഷനിൽ എപ്പോഴും നല്ല ലീഡേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു കൾച്ചർ ഡ്രിവൻ ഓർഗനൈസേഷൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും ടീം ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ എംപവർമെൻറ്റ്, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ദെൻ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ലീഡേഴ്സിന് ഷോർട്ടേജ് ഉണ്ടാവില്ല. ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ വരുന്ന സമയത്തും ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്തും എല്ലാം വളരെ ഈസി ആയിട്ട് നമ്പർ ഓഫ് ലീഡേഴ്സ് എപ്പോഴും റോയലായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലോബൽ കോർപ്പറേഷൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ GE പോലുള്ള സ്ഥാപനങ്ങൾ, അത് സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നതിന് ലീഡർഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു കൾച്ചറാണ്. സോ കൾച്ചർ ഡ്രിവൻ ഓർഗനൈസേഷൻ കമ്പാരിറ്റീവ്ലി ലീഡേഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്പർ 10, ഓവറോൾ ബിസിനസ് പെർഫോമൻസ് ഹൈ ആയിട്ട് കൂടും. ഒരു കൾച്ചർ ഡ്രിവൻ ഓർഗനൈസേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ A to Z എലമെൻറ്റും മാർക്കറ്റിങ്ങിലും സെയിൽസിലും കസ്റ്റമേഴ്സിലും സർവീസിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലും ക്യാഷ് ഫ്ലോയിലും റവന്യൂയിലും എല്ലാം
അതിൻ്റെ പെർഫോമൻസ് ഹൈ ആയിരിക്കും. സോ ഒരു കൾച്ചറാണ് നിങ്ങൾ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നത്. കുറേ ആളുകൾ എടുക്കുക, കുറേ ബിൽഡിംഗ് കിട്ടുക, കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, കുറേ കമ്പ്യൂട്ടർ വാങ്ങിക്കുക, ഇതെല്ലാം ചേർന്ന് നിങ്ങൾ ഉള്ളിൽ ബിൽഡ് ചെയ്യേണ്ടത് ഒരു ഹൈ പെർഫോമിംഗ് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. സോ ഇഫ് യു ബിൽഡ് എ കൾച്ചർ ഇൻ യുവർ ഓർഗനൈസേഷൻ then everything will work on based on the culture. So നിങ്ങൾ ഇങ്ങനെയുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളുടെ ബിസിനസ്സിന് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ 1 കോടിയുടെ മേളിൽ ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വലിയ വോള്യൂം ചെയ്യുന്ന ബിസിനസ്സുകാരുടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ചാണക്യ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കും പാർട്ടാവാം. അതിലൂടെ ആ കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാം, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം, ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും ഉപദേശങ്ങളും കേൾക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള സ്ട്രാറ്റജികൾ, പ്രാക്ടിക്കൽ സ്ട്രാറ്റജിയും പഠിക്കാം. സോ അതിനുള്ള ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചാണക്യ ബിസിനസ് ക്ലബ്ബ്. ചാണക്യ ബിസിനസ് ക്ലബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയിട്ട് യു ക്യാൻ ബി പാർട്ട് ഓഫ് ദിസ് ചാണക്യ ബിസിനസ് ക്ലബ്. And once again, this is me, Kasak Manchali, the business coach.